ഇതാണ് നമ്മൾ 3 കിലോ വാട്ടിൻ്റെ ഓൺ ഗ്രിഡ് ഇൻവെർട്ടറാണ്. കിർലോസ്കർ എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ് സോളാർ ഇൻവെർട്ടർ. അതേപോലെ അതിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ബ്രേക്കർ, എ സി സർക്യൂട്ടിൽ വേണ്ടി എ സി ബ്രേക്കറുകൾ, അതുപോലെ ഡി സി സൈഡിന് സോളാറിൻ്റെ സൈഡിൽ വരുന്ന ഡി സി ബ്രേക്കർ, ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെയാണ്. സോളാർ പാനലും കാര്യങ്ങളൊക്കെ മേലെ വീടിൻ്റെ ടെറസിലാണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. 3 കിലോ വാട്ടിൻ്റെ ആണ് ഈ പ്ലാന്റ്. 3 കിലോ വാട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 12 യൂണിറ്റിന് മേലെയാണ് ഒരു ദിവസത്തെ പ്രൊഡക്ഷൻ. ഇപ്പോൾ മഴക്കാലമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 30% നമുക്ക് ഔട്ട്പുട്ട് പ്രതീക്ഷിക്കാൻ പറ്റും. ഇപ്പോൾ നല്ല വെയിലുള്ള സമയമാണ്, ഏകദേശം ഒരു 2 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇതിനകത്ത് ഏകദേശം 1500 വാട്ടാണ് ഇതിനകത്ത് ഇപ്പോൾ പ്രൊഡക്ഷൻ ഉള്ളത്. 2000 വെയിൽ കൂടുന്നതനുസരിച്ച് അത് 1500 എന്നുള്ളത് ഇപ്പോൾ 1600 അങ്ങനെ കയറിയിട്ട് 2100 2500 വാട്ട് വരെയൊക്കെയാണ് നമുക്ക് മാക്സിമം അറ്റ് എ ടൈമിൽ ഇതിനകത്ത് പവർ ജനറേഷൻ ഉണ്ടാകുക. അങ്ങനെയാണ് നമ്മൾ ഒരു ദിവസത്തെ ആവറേജ് കാൽക്കുലേഷനിലാണ് നമ്മൾ 12 യൂണിറ്റ് പ്രൊഡക്ഷൻ പെർ ഡേ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ കൂടാനാണ് സാധ്യത. ഒരു ആനുവൽ ആവറേജ് നോക്കുന്ന സമയത്ത് നമുക്ക് 12 എന്നുള്ളത് 16 യൂണിറ്റ് വരെ ഏകദേശം നമുക്ക് പെർ ഡേ നമുക്ക് ഉപയോഗിക്കാൻ കിട്ടും. ഉപയോഗിക്കാൻ മീൻസ് നമുക്ക് ജനറേഷൻ ഉണ്ടാവും. നമുക്ക് KCBയിൽ നമ്മൾ ഉപയോഗം കുറവാണെങ്കിൽ, ഇപ്പം 12 യൂണിറ്റ് പെർ ഡേ സോളാറിന് നമുക്ക് ജനറേറ്റ് ചെയ്യുന്ന പവർ കിട്ടുന്നുണ്ടെങ്കിൽ, നമ്മൾ 6 യൂണിറ്റ് പവർ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ബാക്കി 6 യൂണിറ്റ് നമ്മൾ KCB ഗ്രിഡിലേക്ക് സപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ആ 6 യൂണിറ്റ് മിനിമം ആയിട്ട് മാറി നമുക്ക് കറണ്ട് ബില്ലിന് മിനിമത്തിലേക്ക് എത്തിക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ യൂസേജ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ 12 യൂണിറ്റ് ഇതിനകത്ത് പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 12 യൂണിറ്റിന് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് സീറോ ആവും. KCBയിലേക്ക് എക്സ്ട്രാ ആയിട്ട് നമ്മളൊന്നും കൊടുക്കേണ്ട, നമുക്ക് കറണ്ട് ബില്ല് അടയ്ക്കേണ്ടി വരില്ല. ആ ഒരു രീതിയിലാണ് ഒരു പ്ലാന്റ്. നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ ഇൻവെർട്ടർ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പ്ലാന്റ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഇതൊരു സിംഗിൾ ഫേസിൻ്റെ ഇൻവെർട്ടറാണ്, 3 കിലോ വാട്ട് സിംഗിൾ ഫേസിൻ്റെ ആണ്. അപ്പോൾ പാനലും കാര്യങ്ങളൊക്കെ മേലെയാണ്, അത് നമുക്ക് മേലെ നോക്കാം. റെഡി. ഇതാണ് നമ്മളെ ഓൺ ഗ്രിഡിന് ഉപയോഗിക്കുന്ന സോളാർ പാനലുകൾ ഇൻസ്റ്റാൾ ചെയ്തതാണ്. ഇത് 335 വാട്ട് പീക്കിൻ്റെ 9 പാനലുകളാണ് നമ്മൾ സീരീസ് ചെയ്ത് കണക്ട് ചെയ്തിരിക്കുന്നത്. ഒറ്റ സ്ട്രിങ്ങിൽ 9 പാനൽ കണക്ട് ചെയ്തതാണ്. ഇത് ടെറസിൽ കുറച്ച് ഇൻഡസ്ട്രിയൽ വർക്കൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ സ്ലോപ്പായിട്ടുള്ള ടെറസാണ്. നമുക്ക് മാക്സിമം വെയിൽ കിട്ടാൻ വേണ്ടിയിട്ട് വെയിൽ കിട്ടുന്ന ഭാഗത്തേക്ക് ആക്കിയിട്ട് എക്സ്ട്രാ ഇൻഡസ്ട്രിയൽ വർക്കൊക്കെ ചെയ്ത് വെച്ചതാണ്. നമ്മൾ ലൈറ്റ്നിങ് അറസ്റ്ററും കാര്യങ്ങളൊക്കെ അതിൻ്റെ അങ്ങേ സൈഡിലായിട്ടാണ് വരുന്നത്. ഒരു കോർണറിലായിട്ടാണ് ലൈറ്റ്നിങ് അറസ്റ്റർ. ഏകദേശം പാനലിനെക്കാട്ട് ഉയരത്തിലാണ് ലൈറ്റ്നിങ് അറസ്റ്റർ കണക്ട് ചെയ്യുക. പിന്നെ ഒരു പാക്കേജ് ആയിട്ടാണ് ഇത്. കസ്റ്റമർക്ക് കുറച്ചുകൂടി ഒരു പാക്കേജ് ആയിട്ടുള്ള ഒരു പ്രൈസിങ് നമുക്ക് കൊടുക്കുകയാണ്. അതിൽ കൂടെ നമ്മൾ സോളാറിൻ്റെ വാട്ടർ ഹീറ്റർ, അതേപോലെ ഒരു ഓഫ് ഗ്രിഡ് സിസ്റ്റം, ഒരു ഓഫ് ഗ്രിഡ് ഇൻവെർട്ടർ കൂടി ഇതിൻ്റെ കൂടെ കൊടുക്കുന്നത്. അതിൻ്റെ പാനലാണ് സെപ്പറേറ്റ് കാണുന്ന ഒരെണ്ണം. 200 ലിറ്ററിൻ്റെ വാട്ടർ ഹീറ്ററും അതേപോലെ ഒരു ഓഫ് ഗ്രിഡ് ഇൻവെർട്ടറും കൂടി നമ്മൾ ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതൊരു പാക്കേജ് ആയിട്ട് കൊടുക്കുന്നതുകൊണ്ട് കസ്റ്റമർക്ക് നല്ലൊരു ബെനിഫിറ്റ് ഉണ്ട്. എമൗണ്ടിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് കമ്പനി ആ ഒരു രീതിയിൽ നമുക്ക് പ്രൈസിങ് നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് കസ്റ്റമർക്ക് നേരിട്ട് അത് എത്തിക്കുകയാണ്, ഒരു ഓഫർ എന്നുള്ള രീതിയിൽ കൊടുക്കുകയാണ്. ഇൻഡസ്ട്രിയൽ വർക്കിനൊക്കെ നമുക്ക് എക്സ്ട്രാ ആയിട്ട് കസ്റ്റമർ ചെറിയൊരു എമൗണ്ട് മുടക്കേണ്ടി വന്നു വെച്ചാൽ നമുക്ക് ഇതിൻ്റെ മെറ്റീരിയൽ മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇൻഡസ്ട്രിയൽ വർക്കൊക്കെ വരുന്നത് കസ്റ്റമർ ചെറിയൊരു എമൗണ്ട് കസ്റ്റമർ കാണണം. അപ്പോൾ എല്ലാത്തിനും നമ്മൾ ടോട്ടൽ 5 വർഷത്തെ വാറണ്ടിയിലാണ് കൊടുക്കുന്നത്. ഇൻവെർട്ടറിന്